പറയാൻ പോകുന്ന കഥ ഘോട്ടാലപ്പൂർ ഗ്രാമത്തിന്റേതാണ്. പറയാൻ പോകുന്ന ഈ ഗ്രാമത്തിന്റെ പേര് ഘോട്ടാലപ്പൂർ എന്ന് എന്തുകൊണ്ട് വന്നു എന്നറിയുമോ? കാരണം സർക്കാരിന്റെ ഒരു കാര്യങ്ങളും ഈ ഗ്രാമത്തിലേക്ക് എത്തിപ്പെടില്ല. മനസ്സിലായോ മോനെ ഡമറു? എനിക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മാത്രമാണ് വല്ലാത്ത വിഷമം. അതായത് ഈ ഗ്രാമത്തിൽ യാതൊന്നും നടക്കുന്നില്ലല്ലോ. നിങ്ങൾ ഏത് പറ്റിയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അമ്മേ? ഒന്നും അറിയാത്തതുപോലെ നീ സംസാരിക്കരുത് മോനെ. ഞാൻ ഈ ഗ്രാമത്തിന്റെ വികസനത്തെ പറ്റിയും പിന്നെ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും തലയിടല്ലേ? അതുമില്ലാണ്ട് നിങ്ങൾക്ക് ഇനിയും വയസ്സായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് റെസ്റ്റ് ആണ് എടുക്കേണ്ടത്. ആവശ്യമില്ലാതെ ഗ്രാമത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തലയിടണ്ട. അതൊക്കെ മുതലാളിയുടെ ജോലിയാണ്. അതൊക്കെ അദ്ദേഹത്തിന് തന്നെ നോക്കാൻ വിട്ടേക്ക്. ഗ്രാമത്തലവൻ എന്തു പറഞ്ഞാലും അതിനു വേണ്ട പണം എല്ലാം വാങ്ങുന്നുണ്ട്. ഇപ്പൊ നീ തന്നെ പറ, ആർക്കെന്തെങ്കിലും എന്തെങ്കിലും കഷ്ടപ്പാട് വന്ന് അവർക്ക് പണം കൊടുക്കാൻ കഴിയാതെ വന്നാലോ? അവർക്കെന്താ ന്യായം കിട്ടേണ്ടതില്ലെന്നാണോ? നിങ്ങൾ ഇങ്ങനെ ശരിയാണ് തെറ്റാണെന്നുള്ള പറയാനുള്ള കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല. എനിക്ക് ഒറ്റൊരു കാര്യം മാത്രം അറിയാം. നമ്മുടെ മുതലാളി എനിക്കൊരു നല്ല സുഹൃത്താണ്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിനായിട്ട് എതിരായിട്ട് ഒരു മുടിവും എടുക്കണ്ട. ഗ്രാമത്തലവന്റെ പേര് പറഞ്ഞതും ഡമറു അമ്മയോട് വഴക്കിട്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് ദേഷ്യത്തോടെ വളരെ ദൂരേക്ക് നടന്നുപോയി. നിന്റെ ഈ കൂട്ടുകാരൻ ഏത് തരത്തിലുള്ളവനാണെന്ന് ഞാൻ കാണിച്ചു തരാം. മുത്തശ്ശി ഗ്രാമത്തിൽ നടന്ന മോശം കാര്യങ്ങളെപ്പറ്റി വിവരങ്ങൾ അറിയാനും സത്യം എന്തെന്ന് ബോധ്യപ്പെടാനും വേണ്ടി ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് നടന്നു. മുത്തശ്ശി നടന്നു പോകുന്ന വഴിയിൽ ഒരു പ്രതിമ അതിലെന്തോന്ന് മിന്നുന്നതായി കണ്ടു. മുത്തശ്ശി അടുത്തേക്ക് ചെന്ന് നോക്കി. അതിൽ നോക്കിയപ്പോൾ ഒരു കണ്ണട. ഇത് എന്ത് കണ്ണടയാണ്? തല തിരിഞ്ഞിരിക്കുന്നു. ശരി വീട്, ഞാൻ പോയി എന്റെ ജോലി നോക്കട്ടെ. ഇനി ഇതിന്റെ പ്രയോജനം എനിക്കൊന്നുമില്ലല്ലോ. മുത്തശ്ശി ആ കണ്ണട അതേ പ്രതിമയിൽ തന്നെ വെച്ച് തിരിച്ചു നടന്നു. എന്നിട്ട് ഗോഡൌണിലേക്ക് നടന്നു പോയി. പോകുന്ന വഴി അവർ വഴുതി വീണു. താഴേക്ക് വീണ മുത്തശ്ശിയുടെ കണ്ണടയും പൊട്ടിപ്പോയി. അയ്യോ ദൈവമേ, ഇത് എന്തൊരു കഷ്ടമാണ്. ഈ ഗ്രാമത്തലവനെ പറ്റി കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചാൽ എന്റെ കണ്ണടയും പൊട്ടി. മുത്തശ്ശിക്ക് പിന്നെ ഒന്നും ക്ലിയറായി കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ വീണ്ടും ആ പ്രതിമയുടെ സമീപത്തേക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്നും തലതിരിഞ്ഞ കണ്ണട എടുത്തു. ഈ കണ്ണട ഞാൻ തന്നെ വെക്കാം. നീ എന്തായാലും ഇതിലൂടെ നോക്കാൻ പോകുന്നില്ലല്ലോ. ആവശ്യമില്ലാതെ ഇതെന്തിനാ? മുത്തശ്ശി ആ കണ്ണട എടുത്തു വെച്ചു. എന്നിട്ട് ഗോഡൌണിനെ ലക്ഷ്യമാക്കി നടന്നു. പക്ഷെ മുത്തശ്ശിക്ക് അതിന്റെ ചുമര് വെള്ളയ്ക്ക് പകരം കറുത്ത നിറത്തിലാണ് കാണാൻ കഴിഞ്ഞത്. ഈ ചുമര് എന്തുകൊണ്ടാണ് എനിക്ക് കറുപ്പ് നിറത്തിൽ കാണാൻ കഴിഞ്ഞത്? ഗ്രാമത്തലവൻ തീർച്ചയായും ഈ ഗോഡൌണ് കൈക്കൂലി പണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഞാൻ എല്ലാവരെയും അറിയിക്കും ഗ്രാമത്തലവാ. നീ അങ്ങനെ എന്നെ വില കുറച്ച് കാണണ്ട. ഈ മായ കണ്ണാടി മൂലം മുത്തശ്ശിക്ക് ഗ്രാമത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ശരിയാക്കാനും കഴിയുന്നുണ്ട്. ഇതാ മുത്തശ്ശി, ഇന്നലെ സ്വാർത്ഥരായ ആളുകളിൽ നിന്നും ഞങ്ങളുടെ ആടുകളെ രക്ഷിച്ചില്ലേ? അതിനു പകരം ഇതാ. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. വേണ്ട മോളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ പണം വാങ്ങില്ല. മറ്റുള്ളവർക്ക് നീതി നേടിക്കൊടുക്കുന്നതിൽ ഞാൻ സന്തോഷവതിയാണ്. പക്ഷെ മുത്തശ്ശി, ആ ആട് മേയ്ക്കുന്ന ആൾ കള്ളം പറയുകയാണെന്ന് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? മാത്രമല്ല ആ ആടുകൾ അവന്റേതല്ല ഞങ്ങളുടേതാണെന്ന് എങ്ങനെ മനസ്സിലായി? ഈ കാര്യങ്ങൾക്കെല്ലാം പ്രധാന കാരണം എന്റെ ഈ തലതിരിഞ്ഞ കണ്ണടയാ മോളെ. ഇത് ധരിച്ചതിന് ശേഷമാണ് എനിക്കെല്ലാം കൃത്യമായി മനസ്സിലാകുന്നത്. അതായത് ആര് പറയുന്നതാണ് കള്ളം, ആര് പറയുന്നതാണ് സത്യമെന്ന്, ആരുടെ മനസ്സിലാണ് കള്ളമുള്ളത്, ആരുടെ മനസ്സിലാണ് സത്യമുള്ളതെന്ന്. മുത്തശ്ശിയും ചുന്നിയും സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗ്രാമത്തലവൻ വന്നു. നീ പണം വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ വാങ്ങുമല്ലോ. ഈ പണം എന്നെ തന്നേക്ക്, അത് എന്റേതാണ്. ഈ പ്രശ്നങ്ങൾ തീർപ്പാക്കിയത് ഞാനാണ്. അതുകൊണ്ട് ഈ പണം ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല മോളെ. നീ തീർത്തിട്ടുണ്ടാവാം, പക്ഷെ അതൊക്കെ എന്റെ പണിയാണ്, നിന്റെ ജോലിയല്ല. ഒരു പക്ഷെ ഈ പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ നീ ആവശ്യമില്ലാതെ എന്റെ പണിയിലൊന്നും തലയിടണ്ട. ഗ്രാമത്തലവൻ ചുന്നിയുടെ കയ്യിൽ നിന്നും പണം തട്ടിപ്പറിച്ചെടുത്തു. ഈ പണം ഇവളിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കാം. പക്ഷെ ഇത്രയും വർഷങ്ങളായി ഗ്രാമവാസികളിൽ നിന്നും നീ തട്ടിപ്പറിച്ചെടുത്ത പണം, അത് നിന്നിൽ നിന്നും ഞാൻ തിരിച്ചെടുക്കും. മുത്തശ്ശി അത് പറഞ്ഞ ഉടനെ തന്നെ ഗ്രാമത്തലവൻ മുഖം മ്ലാനമാക്കി അവിടെ നിന്നും തിരിച്ചുപോയി. മുത്തശ്ശിയെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കാൻ ഗ്രാമത്തലവൻ ഡമറുവിന്റെ അടുത്തേക്ക് പോയി. ഇവിടെ നോക്ക് ഡമറു, നീയും ഞാനും പല വർഷങ്ങളായിട്ട് സുഹൃത്തായി നിൽക്കുന്നുണ്ട്. പക്ഷെ നിന്റെ അമ്മ എന്നെ വല്ലാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആദ്യം എന്റെ ജോലി അവർ എടുത്തളഞ്ഞ് ഗ്രാമത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വെറുതെ അവർ ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പോഴെന്റെ വരുമാനത്തിന് അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തലവൻ ഡമറുവിനെ എന്തൊക്കെയോ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു വിട്ടു. ആ ദേഷ്യം മുഴുവൻ ഡമറു തന്റെ അമ്മയോട് പോയി കാണിച്ചു. അമ്മേ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾ മുതലാളിയെടുത്തൊന്നും ശല്യം ചെയ്യണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ലേ? ഇപ്പൊ ഞാൻ എന്നെ വിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ മാറ്റി നിർത്താൻ പോവുകയാണ്. ഡമറു അമ്മയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് വീടിന് പുറത്തു കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അമ്മയുടെ കയ്യും പിടിച്ച് വീടിന് പുറത്തേക്ക് അവരെ കൊണ്ടുവന്നു. ഇങ്ങനെയൊന്നും ചെയ്യല്ലേ മോനെ, വീട് പോലും ഇല്ലാതെ ഞാൻ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യും? ഡമറു അദ്ദേഹത്തിന് അമ്മ പറഞ്ഞ യാതൊരു കാര്യങ്ങളും കേട്ടില്ല. വീടിന്റെ വാതിൽ വലിച്ചടച്ചു. മുത്തശ്ശിയുടെ ഈ അവസ്ഥ കണ്ട് പാവം തോന്നിയ ചുന്നി അവർക്ക് വീട്ടിൽ ഇടം കൊടുത്തു. ഈ വയസ്സായ മുത്തശ്ശിക്ക് നിന്റെ വീട്ടിൽ നീ ഒരു സ്ഥലം തന്നില്ലേ, നീ നന്നായിരിക്കും മോളെ. ഈ വീട് ഇത്ര നന്നായിരിക്കുന്നതിന്റെ കാരണം നിങ്ങളാണ് മുത്തശ്ശി. അന്ന് നിങ്ങൾ ഈ ആടിനെ ഒന്നും തിരിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം നശിച്ചു പോയേനെ. ഞങ്ങൾക്ക് ഈ വീടും ഉണ്ടാകുമായിരുന്നില്ല. ഒന്നും അറിയാത്ത എന്റെ മോനെ ആ ഗ്രാമത്തലവൻ എന്തു പറഞ്ഞു മയക്കിയെന്ന് അറിയില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ ഒന്നും അറിയാതെ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കാക്കി. പക്ഷെ ഞാൻ ഇനി അടങ്ങിയിരിക്കില്ല. ഗ്രാമത്തലവന്റെ ശരിയായ രൂപം ഞാൻ എല്ലാവർക്കും മുന്നിലും കൊണ്ടുവരും. എനിക്കും അതുതന്നെയാ തോന്നുന്നത് മുത്തശ്ശി. ഈ ഗ്രാമം ഇനി മുന്നേറാത്തതിന് കാരണം ആ ഗ്രാമത്തലവൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ പറ്റി തെളിവില്ലാതെ ഗ്രാമവാസികളോട് എങ്ങനെ പറയും? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ കാര്യങ്ങളെല്ലാം നീ എനിക്ക് വിടും മോളെ. ഈ മായ കണ്ണട എനിക്ക് എന്ന് ലഭിച്ചുവോ അന്നു മുതൽ ഞാൻ വെറും സാധാരണക്കാരിയായ മുത്തശ്ശിയല്ല. നിനക്കും അറിയാമായിരിക്കും, ഞാൻ കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ഈ ഗ്രാമത്തിലെ 17 പ്രശ്നങ്ങൾ പരിഹരിച്ചു. ആ അത്ഭുതത്തിന് കാരണം എന്റെ ഈ മായ കണ്ണടയാണ്. മുത്തശ്ശി പറഞ്ഞത് ഗ്രാമത്തലവൻ ഒളിഞ്ഞിരുന്ന് കേട്ടു. ഡമറു മുത്തശ്ശിയെ പുറത്തേക്ക് തള്ളിവിട്ടതും അതുമുതൽ ഗ്രാമത്തലവൻ അവരെ പിന്തുടരുകയായിരുന്നു. ചുന്നി ഗ്രാമത്തലവനെ കണ്ടു. നിങ്ങളിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് ഗ്രാമത്തലവാ? ഗ്രാമത്തലവൻ നേരെ അവരുടെ മുന്നിൽ വന്ന് നിന്നു. ഗ്രാമത്തലവൻ മുന്നിൽ വന്ന് നിന്നപ്പോൾ മുത്തശ്ശി ആ കണ്ണട ഉപയോഗിച്ച് ഗ്രാമത്തലവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിഞ്ഞു. അതായത് അന്നേ ദിവസം രാത്രി മുത്തശ്ശിയുടെ ആ വീട് അവർ കത്തിച്ചു കളയാൻ പോകുകയാണെന്ന്. നിങ്ങളുടെ ഈ ചിന്ത വളരെ അപകടകരമാണ് ഗ്രാമത്തലവ. ദൈവത്തിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. ഗ്രാമത്തലവൻ തന്നെത്താൻ എന്തോ പറഞ്ഞെന്നോ? ദൈവം എന്ത്? ഇന്ന് നീ ആ തീയില് കത്തിയിരിക്കുന്നത് ആ ചകുത്താനെ പോലും തടസ്സം ചെയ്യാൻ പറ്റില്ല. കേട്ടോ കിഴവി? ഗ്രാമത്തലവൻ അവിടെ നിന്നും പോയി. ഗ്രാമത്തലവൻ പോയ ഉടനെ ചുന്നിയോട് പറഞ്ഞ മുത്തശ്ശി പോലീസുകാരെ വിളിപ്പിച്ചു. ഇൻസ്പെക്ടർ സാർ, ഗ്രാമത്തലവൻ ഇന്ന് രാത്രി എന്നെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടിരിക്കുന്നു. ഗ്രാമത്തലവൻ ഇന്ന് രാത്രി ഈ ചുന്നിയുടെ വീട് കത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളൊന്നും വിഷമിക്കണ്ട അമ്മേ. ഞങ്ങൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇൻസ്പെക്ടർ തന്റെ ടീമിനെയും വിളിച്ച് ആ വീടിന് പിന്നിൽ മറഞ്ഞിരുന്നു. രാത്രി സമയം ഗ്രാമത്തലവന്റെ ആളുകൾ തീപ്പന്തവും എടുത്ത് ആ കുടിൽ കത്തിക്കാൻ വന്നപ്പോൾ ഇൻസ്പെക്ടർ അവരെ പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് അയച്ചത് ആരാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങൾ അത് കോർട്ടിൽ ആരാണെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കുറഞ്ഞ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. ജയിലിൽ പോകുന്നത് ഭയന്ന് ഗ്രാമത്തലവനെതിരെ സാക്ഷി പറയാൻ എല്ലാവരും തയ്യാറായി. അതുമാത്രമല്ല, ഗ്രാമത്തിലെ വികസനങ്ങൾക്ക് വേണ്ടി ലഭിച്ച പണം ഗ്രാമത്തലവൻ എവിടെ മറച്ചുവെച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സബാഷ് മക്കളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. സബാഷ്. ഇപ്പോൾ പോലീസുകാർ എല്ലാ സ്ഥലത്തും റെയ്ഡ് ചെയ്തു. എല്ലാ പണവും തിരിച്ചെടുത്തു. അതുമാത്രമല്ല, ഗ്രാമത്തലവനെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഡമറു മുത്തശ്ശിയുടെ മുന്നിലേക്ക് വന്ന് നിന്നു. മുത്തശ്ശി മായ കണ്ണട മൂലം അവന്റെ മനസ്സിലുള്ളതും വായിച്ചെടുത്തു. ഡമറു മോനെ, നീയും ഗ്രാമത്തലവന്റെ സ്വന്തം ആളല്ലേ? അന്ന് നീ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ ജീവിക്കുന്നതും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ജനങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയ വീട് എനിക്ക് വേണ്ട. മുത്തശ്ശി ഡമറുവിനെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ ശ്രമിക്കൂ. പക്ഷേ മുത്തശ്ശി, ഡമറു ചേട്ടൻ നിങ്ങളുടെ മകനല്ലേ? എന്തോ അവരറിയാതെ തെറ്റ് ചെയ്തതാണ്. അവരോട് ക്ഷമിക്കൂ. അല്ല മോളെ, അവൻ തെറ്റ് ചെയ്തത് അറിയാതെയല്ല. അവൻ ചെയ്തത് വലിയ കുറ്റമാണ്. ഗ്രാമത്തിന്റെ വളർച്ചയിൽ അവൻ തടസ്സം നിന്നു മോളെ. എന്റെ മകനോടുള്ള സ്നേഹം കാരണം അവന്റെ കുറ്റങ്ങൾ ഞാൻ മറച്ചു വെച്ചു എന്ന് നീ വിചാരിച്ചാൽ എന്റെ നീതിബോധം ഇന്ന് തന്നെ മരിക്കും.
മുത്തശ്ശിയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങാൻ ആരംഭിച്ചു. അവർ കരഞ്ഞുകൊണ്ട് പോലീസുകാരോട് എന്തു പറഞ്ഞെന്നോ, ഇവനെ കൂട്ടിയിട്ട് പോ, എന്റെ കാഴ്ചയിൽ നിന്ന് ഇവനെ കൂട്ടിയിട്ട് പോ, എനിക്കൊരു മകനുണ്ടെന്ന കാര്യം മറന്ന് ഞാൻ ഇനി മുതൽ ജീവിച്ചോട്ടെ, എനിക്ക് ഈ ഒരേ ഒരു മകൾ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ജുന്നിയുടെ തോളിൽ തലചായ്ച്ച് കരഞ്ഞു. എന്നിട്ട് പോലീസ് ഡമറിനെയും കൊണ്ടുപോയി. മുത്തശ്ശി യാതൊരുവിധ സ്വാർത്ഥതയും ഇല്ലാതെ ഈ ഗ്രാമവാസികളെ പറ്റി ചിന്തിക്കുന്നു. ഇപ്പോൾ ഗ്രാമത്തലവൻ പോയില്ലേ, ഇനി ഇവരെ നോക്കേണ്ടത് മുത്തശ്ശിയാണ്, ശരിയല്ലേ? ഗ്രാമവാസികളെല്ലാം ചുന്നി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ മുത്തശ്ശിയാണ് ആ ഗ്രാമത്തിന് തലവരായിരിക്കുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. അമ്മേ, ഞാൻ ആ മൊത്തം കാശും ഗ്രാമത്തിന് തന്നെ തിരിച്ചു തരണമെന്ന് വിചാരിക്കുകയാണ്. ഇതൊക്കെ മുതലാളി എടുത്തു വെച്ചിരിക്കുന്ന കാശാണ്. നിങ്ങൾ ഈ പണമൊക്കെ ഗ്രാമത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി വെക്കൂ. ഇൻസ്പെക്ടർ പണം മുഴുവനും നൽകി അവിടെ നിന്നും തിരിച്ചുപോയി. പക്ഷേ മുത്തശ്ശി അവരെ തടഞ്ഞു. ഇതാ മോനെ, ഇത് ഒരു മായ കണ്ണാടിയാണ്. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഇത് നിന്നെ ഒരുപാട് സഹായിക്കും. എന്നേക്കാളും നിനക്കാണ് ഇത് ഉപകാരപ്പെടുക. ഇൻസ്പെക്ടർ മുത്തശ്ശിയോട് ആ കണ്ണടയും വാങ്ങി ഗ്രാമത്തിൽ നിന്നും തിരിച്ചുപോയി. മുത്തശ്ശിയാണെങ്കിലോ ആ പണം മുഴുവൻ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്നിട്ട് ആ ഗ്രാമത്തിന്റെ പേര് ഗോട്ടാലപൂരിൽ നിന്നും വികാസ്പൂർ എന്ന് മാറ്റി. ഗ്രാമത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മുത്തശ്ശി പരിഹാരം നിർദ്ദേശിച്ചു. മാത്രമല്ല, കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കുന്നതുകൊണ്ട് ഗ്രാമത്തിലെ കുറ്റങ്ങളും കുറഞ്ഞു വന്നു.